നമ്മളൊക്കെ ചിലപ്പോഴെങ്കിലും ഇങ്ങനെ ചിന്തിക്കുന്നവരാണ്. നമ്മളെ ജീവിതം മാത്രം എന്താ ഇങ്ങനെ, ബാക്കിയുള്ളവരുടെ ജീവിതമൊക്കെ എന്ത് രസമാണ്, നല്ല വീട്, നല്ല വാഹനങ്ങൾ, നല്ല ലൈഫ്, ഇങ്ങനെയൊക്കെ. ശരിക്കും നമ്മളെ ജീവിതം നമ്മൾ പൂർണ്ണമായിട്ട് കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിനൊരു കാര്യം പറയാം. ഒരാൾ ചിത്രം വരയ്ക്കുകയാണ്, ചിത്രകാരന്. അയാൾ ചിത്രം വരയ്ക്കുന്നു. അയാൾ എന്താ വരയ്ക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ആ ചിത്രം പൂർത്തീകരിക്കപ്പെടുന്നു. അപ്പോഴും നമുക്കൊരു പിടുത്തം കിട്ടുന്നില്ല. നമ്മൾ വിചാരിച്ചു അയാൾ കയ്യിൽ നിന്ന് ആ ചിത്രം പോയി, അയാൾക്ക് തെറ്റിപ്പോയി എന്ന്. ആ സമയത്താണ് അയാൾ ആ ക്യാൻവാസ് നേരെ തിരിച്ചിടുന്നത്. ആ സമയത്ത് അതൊരു മനോഹരമായിട്ടുള്ള ചിത്രമായിട്ട് മാറിയിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ലൈഫ്. നമ്മളെ ജീവിതത്തെ കണക്കാക്കുന്നത് നമ്മുടെ ഭൂതവും അതേപോലെ വർത്തമാനവും വെച്ചിട്ടാണ്. നമ്മളെ ഭാവി നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ നമ്മളെ ജീവിതത്തെ വിധിക്കാൻ പാടില്ല. നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഈ ഭൂമിൻ്റെ കുറച്ച് ഭാഗം മാത്രമാണ് കാണുന്നത്. പക്ഷേ ഹെലികോപ്റ്ററിൽ നിന്ന് ഒരാൾ വീക്ഷിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വിസ്തൃതമായിട്ട് ഇതിനെ കാണാൻ പറ്റും. എന്നാൽ നമ്മളെ ജീവിതത്തിൻ്റെ ഭൂതം, ഭാവിയും വർത്തമാനം എല്ലാം അറിയുന്നവനെ വീക്ഷിക്കുന്നവരോ, നമ്മളെ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ഒക്കെ അറിയുന്ന ഒരാളാണെങ്കിലോ, അങ്ങനെയുള്ള ഒരാൾ ഉണ്ടാക്കിയിരിക്കുന്ന സ്ക്രിപ്റ്റിലാണ് നമ്മുടെ ജീവിതം. പിന്നെ എങ്ങനെയാണ് നമ്മളെ ജീവിതത്തിൽ നമ്മൾ വിധിക്കുന്നത്? പെട്ടെന്നൊരു ഷിഫ്റ്റ് വന്നേക്കാം. അതായത് ആ ചിത്രകാരൻ ചെയ്തതുപോലെ പെട്ടെന്നൊരു ഒരൊറ്റ തിരിച്ചിലിൽ നമ്മുടെ ജീവിതം മാറിയേക്കാം. നമ്മുടെ ജീവിതം പൂർണ്ണമാകുന്ന മരണത്തോടു കൂടി മാത്രമാണ്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മനോഹരമായിട്ടുള്ളൊരു ജീവിതം നമുക്കുണ്ടാവും. താങ്ക് യു.